ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഏത് മീൻ വെച്ചിട്ടും തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത്. മത്തി നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനായിട്ട് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 10 ചുവന്നുള്ളിയും ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ 5-6 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് എരിവിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് അല്പം കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും ഒരു 1/4 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല ഫൈനായിട്ട് തന്നെ പേസ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ റോസ്മെല്ല് മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ റോസ്മെല്ലൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു നാരങ്ങയോളം, ഒരു വലിയ നാരങ്ങയോളം വലുപ്പത്തിൽ പുളി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുടംപുളിയല്ല, നമ്മുടെ സാധാ പുളിയാണ്, വാളംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടൊരല്പം കൂടെ നോർമൽ വാട്ടറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരും. ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനെല്ലാം ചേർത്ത് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ തയ്യാറാക്കാം. മത്തി അല്ലാത്ത മീനുകൾ വെച്ച് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും.